ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലൈസൻസ് വ്ളോഗ്. ഞാൻ വന്നിരിക്കുന്നത് എങ്ങനെയാണ് ഞാൻ ക്ലീനപ്പ് ചെയ്യുന്നതെന്നാണ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനാണ് ഞാൻ ചെയ്യാറുള്ളത് ബേബി മസാജിങ് ഓയിൽ. ബേബി ഓയിൽ എൻ്റെ തീർന്നു പോയി, അതുകൊണ്ട് ഞാൻ ബേബി മസാജിങ് ഓയിൽ മേടിച്ചത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പോൾ ആ ഒരു ഓയിൽ കുറച്ചെടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് മുഖത്തുള്ള മേക്കപ്പോ അല്ലെങ്കിൽ വല്ല ഐലൈനറൊക്കെ എഴുതിയിട്ട് ലിപ്സ്റ്റിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഓയിൽ വെച്ച് ചെയ്തിട്ട് മുഖമൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതാണ് ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യാറ് കേട്ടോ. അപ്പോൾ അതിന് തന്നെ ഞാൻ ഇങ്ങനെ കുറച്ച് ഓയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ഒരു സംഭവം വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. എനിക്ക് ആക്നി പിമ്പിളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അധികം നേരം ഞാൻ ഓയിൽ മുഖത്ത് വയ്ക്കാറില്ല, അപ്പോൾ കുരുവൊക്കെ കൂടും, അതുകൊണ്ടാണ്. അപ്പോൾ അത് കുറച്ച് നേരം മസാജ് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഞാൻ ചെയ്യുന്നത് ക്ലെൻസിങ് ആണ്. ഏതെങ്കിലും ഒരു ഫേസ് വാഷ്, നിങ്ങളുടെ സ്കിന്നിന് സൂട്ടായിട്ടുള്ള ഫേസ് വാഷ് നോക്കി യൂസ് ചെയ്യുക. ഏതെങ്കിലും ഒരു ഫേസ് വാഷ് എടുത്തതിന് ശേഷം നന്നായിട്ട് നമ്മുടെ മുഖം ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ അത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തതിന് ശേഷം കഴുകി കളയാം. അതിനുശേഷം ഞാൻ മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഞാൻ ചെയ്യുന്നത് എന്തിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സൊക്കെ കുറച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് ചാർക്കോളിൻ്റെ പീൽ ഓഫ് മാസ്കാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ കുറേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ യൂസ്. നല്ല അടിപൊളി ഐറ്റമാണ് കേട്ടോ ഈ ഒരു പീൽ ഓഫ് മാസ്ക്. വൈറ്റ് ഹെഡ്സൊക്കെ നന്നായിട്ട് പോവും, ബ്ലാക്ക് ഹെഡ്സ് അധികം പോകത്തില്ല, വൈറ്റ് ഹെഡ്സ് നന്നായിട്ട് പോവും. വൈറ്റ് ഹെഡ്സ് നന്നായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് മേടിച്ച് യൂസ് ചെയ്ത് നോക്കുക, അടിപൊളി ആയിട്ടാണ്. അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ചെയ്യുന്നത് എന്നിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലിപ്പ് സ്ക്രബാണ്. അപ്പോൾ ലിപ്പ് നന്നായിട്ട് പിഗ്മെൻറ്റേഷൻ അടിച്ചിരിക്കുന്നവർക്ക് നല്ലതാണ് കേട്ടോ. അപ്പോൾ പഞ്ചസാരയും തേനും കൂടി ഇത് ചെയ്തിട്ട് നമ്മുടെ ചുണ്ടത്ത് നന്നായിട്ട് നമ്മുടെ ലിപ്പിൽ നന്നായിട്ട് തന്നെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. ഭയങ്കര ഇതിലൊരയ്ക്കരുത്, ലിപ്പ് ഭയങ്കര സോഫ്റ്റ്, ഒരുപാട് അങ്ങോട്ട് ഉരയ്ക്കരുത്, ചുണ്ടത്തെ തൊലി പോവും, അപ്പോൾ പ്രശ്നമാണ്. അപ്പോൾ പതുക്കെ ഒന്ന് ഉരച്ച് കൊടുക്കുക, നന്നായിട്ട് തന്നെ ഉരയ്ക്കുക കേട്ടോ. ഭയങ്കര എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് നമ്മളതൊന്ന് തുടച്ച് കളയാം, അല്ലെങ്കിൽ കഴുകി കളയുമ്പോൾ നല്ലൊരു റോസി ലിപ്പ്, നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഒരു നല്ല പ്ലമ്മ് പോലെ ഇരിക്കുന്നൊരു ചുണ്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ ഗ്ലിസറിനാണ് ചുണ്ടത്ത് യൂസ് ചെയ്യുന്നത്. ഗ്ലിസറിന് നമ്മുടെ ലിപ്പ് നല്ലൊരു കളറിലൊക്കെ നിർത്താൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ. ലിപ് ബാമിനേക്കാളും നല്ലതാണ് ഗ്ലിസറിൻ എന്ന് പറയുന്നത്. എന്നിട്ട് ഞാനൊരു പീൽ ഓഫ് മാസ്ക് ഒന്ന് ഊരിയെടുക്കുന്നുണ്ട്. വൈറ്റ് ഹെഡ്സ് നന്നായിട്ട് തന്നെ അതിൽ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ്. അതിന് ശേഷം ഞാനിവിടെ ഒരു ഷീറ്റ് മാസ്ക് ആണ് യൂസ് ചെയ്യുന്നത്. റൈസിൻ്റെ ഷീറ്റ് മാസ്ക് ആണ് കേട്ടോ, റൈസ് മാസ്ക് ആണ്. അപ്പം ഞാൻ കുറേ നാളായിട്ട് തപ്പി നടക്കുമായിരുന്നു, കാരണം കൊറിയൻ ഗ്ലാസ് സ്കിന്നിൻ്റെയൊക്കെ ഒരു ഇതാണ് കേട്ടോ. അവരൊക്കെ കൂടുതലായിട്ട് റൈസാണ് യൂസ് ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് മേടിക്കണം എന്ന് വിചാരിച്ചിരുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ മേടിച്ചത്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 75 തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല, പിന്നെ എത്രയും കണ്ടാണ് കേട്ടോ. അപ്പോൾ മസ്റ്റ് ട്രൈ ഐറ്റം കൂടിയാണ് കേട്ടോ. ഷീറ്റ് മാസ്കൊക്കെ അടിപൊളിയാണ്. വല്ലപ്പോഴെങ്കിലും നമ്മളത് മേടിച്ചൊന്ന് യൂസ് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഷീറ്റ് മാസ്ക് യൂസ് ചെയ്തതിന് ശേഷം ഒരു 15-20 മിനിറ്റൊക്കെ നമുക്കൊന്ന് എന്ത് ചെയ്ത് കൊടുക്കാം, വെക്കാം കേട്ടോ. അപ്പോൾ അതിനൊരു 15-20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് റിമൂവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ മുഖത്തൊരു ഗ്ലോ കണ്ടാൽ തന്നെ അറിയാം, അടിപൊളി റിസൾട്ടാണ്. പിന്നെ അതിന്മേലുള്ള ആ ഒരു നീര്, ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതൊന്ന് നമുക്ക് മുഖത്തൊന്ന് പുരട്ടി കൊടുക്കാം. അപ്പോൾ അതിന് ശേഷം ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ തണുത്ത വെള്ളം ഉണ്ടല്ലോ, തണുത്ത വെള്ളത്തിൽ നമ്മുടെ മുഖം അല്ലെങ്കിൽ കഴുകി കൊടുത്താലും മതി, അല്ലെങ്കിൽ ഐസ് റോളർ വെച്ചാലും കുഴപ്പമില്ല. എൻ്റെ ഐസ് റോളർ ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ മറന്നു പോയതുകൊണ്ടാണ് കേട്ടോ.
അല്ലെങ്കിൽ അത് കാണിച്ചു തരാമായിരുന്നു. ഇപ്പം എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തണുത്ത വെള്ളം വെച്ച് മുഖം ഒന്ന് കഴുകി കൊടുക്കുകയാണ്. അത് കഴുകുമ്പോൾ തന്നെ റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അടിപൊളി റിസൾട്ടാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്.